ഹലോ, നമസ്കാരം. ഞാൻ ഭദ്ര. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇത്രയും വർഷം നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടും ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്? ഇതാണ് ദാക്ഷായണി വേലായുധൻ. ഈ മഹിളാരത്നത്തെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഈ പേര് പരാമർശിച്ചു. ഇവരാരാണെന്ന് അറിയണ്ടേ നമുക്ക്? പ്രധാനമന്ത്രി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ഈ എത്രയോ വർഷം പഴക്കമുള്ള ഈ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കണമെങ്കിൽ ആ ഒരു മഹിളാരത്നത്തിന് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പൊ അവരെക്കുറിച്ച് നമുക്കറിയണ്ടേ? നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രധാനമന്ത്രി പോലും വളരെ പുകഴ്ത്തിയ ഈ വ്യക്തിത്വം ആരാണെന്ന് നമുക്കറിയണ്ടേ? നമുക്കറിയണം. ഇവർ ജനിച്ചതും വളർന്നതും കൊച്ചിയിലാണ്. മുളവുകാട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇവർ ജനിച്ചതും വളർന്നതും. ഒരു ദളിത് സ്ത്രീ ആയിട്ടാണ് ഇവർ ജനിച്ചത്. അപ്പം ഇവരെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ 78 വർഷം നമ്മുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം നമ്മളെ ഭരിച്ചു. അവരാരും ഇവരെക്കുറിച്ച് ഒരക്ഷരം, ഇവരെ തിരസ്കരിച്ചു. ഇങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് പോലും നമ്മൾ അറിഞ്ഞില്ല. ശ്രീമതി ദാക്ഷായണി എന്നൊരു പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. ചരിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഈ പേര് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു, അല്ലെങ്കിൽ നമ്മളെ അവര് തന്നെ തിരസ്കരിക്കപ്പെട്ടു ഈ വനിതാരത്നത്തെ. പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആണ് ഈ വ്യക്തിയെക്കുറിച്ച്, ഈ മഹിളാരത്നത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. നമ്മൾ ഒരുപാട് ചരിത്രകാരന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും വനിതകളെയും ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു പേരോ ഇങ്ങനൊരു വ്യക്തിയോ നമ്മൾ കേട്ടിട്ടില്ല. ഇവർ ജനിച്ച ആ കാലഘട്ടം അറിയാലോ. ദളിതരെന്ന് സ്കൂളിന്റെ പടി പോലും കയറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇവർ സ്കൂളിൽ പോയി പഠിച്ചു, കോളേജിൽ പഠിച്ചു, ബിരുദം നേടി. നമ്മുടെ മഹാരാജാസ് കോളേജിലെ, കൊച്ചിയിലെ മഹാരാജാസ് കോളേജിലെ ആദ്യത്തെ ബിരുദ ദളിത് വിദ്യാർത്ഥി, ഭാരതത്തിലെ ആദ്യത്തെ ബിരുദ ദളിത് വിദ്യാർത്ഥിയായിരുന്നു ഈ ദാക്ഷായണി. ഇവർ ഈ കൊച്ചിയിൽ നിന്ന് കായൽ കടന്നുപോയി പഠിച്ചു. അവരെവിടെ വരെ എത്തിയെന്നറിയാമോ? നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ 15 സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു മഹിളാരത്നമായിരുന്നു. നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ, അതായത് അംബേദ്കർ ഒക്കെ ഉള്ള നിയമനിർമ്മാണ സഭയിലെ ഒരംഗമായിരുന്നു നമ്മുടെ ഈ ദാക്ഷായണി വേലായുധൻ. ഈ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയെ അവർ ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഗാന്ധിജിയുടെ വാർധാ ആശ്രമത്തിൽ വെച്ചാണ് ഈ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ കാണുന്നതും ഇവര് വിവാഹം കഴിച്ച് ദാക്ഷായണി വേലായുധനാകുന്നത്. ഇവര് നമ്മുടെ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകളിൽ ധീരയായ ഒരു വനിതയായിരുന്നു ഈ ദാക്ഷായണി വേലായുധൻ. അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ പോലും ചോദ്യശരങ്ങൾ കൊണ്ട് മുൻമുനയിൽ നിർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഈ ദാക്ഷായണി വേലായുധൻ. അത്രയ്ക്കും പ്രഗത്ഭയായിരുന്നു അവർ. താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കായൽ കടന്നുപോയി വിദ്യാഭ്യാസം നേടി ആ വിദ്യാഭ്യാസത്തിന്റെ പരമോന്നതമായ പദവിയിൽ വരെ അവരെത്തിച്ചേർന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിൽ അവരെത്തിയെങ്കിൽ അവരുടെ ആ കഴിവ്, അവരുടെ പ്രയത്നം എത്രമാത്രം ഉണ്ടായിരുന്നിരിക്കും ആ കാലഘട്ടത്തിൽ. അതായത് ദളിതർക്ക് വിദ്യാഭ്യാസം സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം.
നമ്മുടെ KR നാരായണനും ഒക്കെ വിദ്യാഭ്യാസം ചെയ്ത ആ കാലഘട്ടം. അപ്പോൾ KR നാരായണൻ അദ്ദേഹം പോലും വിദ്യാഭ്യാസം ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു വനിതയാണെന്ന് ഓർക്കണം. അവർ ആ കാലഘട്ടത്തിൽ അത്രയും അതിനേക്കാൾ മുന്നേ നാരായണൻ സാറിനേക്കാളും മുന്നേ വിദ്യാഭ്യാസ രംഗത്ത് ഇതിൽ ചരിത്രത്തിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ ദാക്ഷായണി വേലായുധൻ. ബ്രാഹ്മണിക്കൽ ഹിജമണി എന്നും വർണ്ണവിവേചനമെന്നും സവർണ മേധാവിത്വം എന്നും ഒക്കെ പറഞ്ഞ് ജാതിക്കാരുടെയൊക്കെ ഇറക്കി നമ്മുടെ നാട്ടിൽ കളിക്കുന്ന ഈ മാധ്യമങ്ങൾ പോലും ഇങ്ങനൊരു വ്യക്തിത്വത്തെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുവോ, അല്ലെങ്കിൽ ഇങ്ങനൊരു മഹിളാരത്നം നമുക്കുണ്ടായിരുന്നു, നമ്മൾ അവരുടെ ചരിത്രം പഠിക്കേണ്ടതാണ്, അവരുടെ ജീവിതം പഠിക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മളെ കാണിച്ചതായിട്ടോ നമ്മൾ അറിഞ്ഞതായിട്ടോ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ എവിടെങ്കിലും ഒരു ഏടായിട്ടോ ഇവരില്ല. ദാക്ഷായണി വേലായുധൻ എന്ന ഈ ധീര വനിതയ്ക്ക്, ഈ മഹിളാരത്നത്തിന് ജന്മം നൽകിയ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കാൻ പറ്റിയത് തന്നെ നമ്മുടെ മഹാഭാഗ്യമാണെന്നും അഭിമാനിക്കേണ്ടതാണ് നമ്മൾ. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അനേകായിരം സ്വാതന്ത്ര്യ സമര സേനാനികളെ ഇതുപോലെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തിരസ്കരിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ദാക്ഷായണി. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഭരിച്ച കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തിരസ്കരിച്ച ഒരു വ്യക്തി. പക്ഷേ സത്യം എത്ര മണ്ണിട്ട് മൂടി കുഴിച്ചു മൂടിയാലും അത് ഒരിക്കൽ അത് തിരിച്ചു വരും. തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. അത് കൊണ്ടുവരാൻ ഒരാളും വരും. ഒരു ചരിത്രം അത് എത്ര മൂടി വെച്ചാലും അത് നമ്മുടെ മുന്നിൽ വന്നിരിക്കും.